സ്കൂളിൽ കൊണ്ടുവന്ന ഞങ്ങളുടെ കുട്ടികളുടെ ബാഗ് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ട പിന്നെ നിങ്ങൾ തൂക്കി നോക്കിയിരുന്നത് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നത് ആ കമന്റ്സ് ബോക്സ് കണ്ടു കഴിഞ്ഞാൽ അറിയാം ദാറ്റ് നല്ല രീതിയിൽ ടീച്ച് ആയിട്ടുണ്ട്. അതിന്റെ മെയിൻ റീസൺ യു ആർ കൺസേൺഡ് അബൌട്ട് യുവർ കിഡ്സ് അല്ലെ. ഞാനും കൺസേൺഡ് ആയതുകൊണ്ട് തന്നെയാണ് ആ വീഡിയോ ഷെയർ ചെയ്തത്. പക്ഷെ അതിൽ നിന്നൊരു മാറ്റം എന്റെ കുട്ടികൾക്കും ഉണ്ടായിട്ടില്ല, പ്രത്യേകിച്ച് നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവില്ല. കാലത്ത് എന്റെ പിള്ളേര് സ്കൂളിൽ പോണ സമയത്ത് ഈ ബാഗ് പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇടുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ഫസ്റ്റ് എടുത്തിട്ട് ഒരു ഒറ്റ കറക്കിയിട്ട് ഒരു ഇടലാണ്. ആ ഇടുന്ന സമയത്ത് അവരെന്നെ തിരിഞ്ഞു പോകും. അത്രയ്ക്കും വെയിറ്റ് ആണ് അതിന്. ഒരു ബാലൻസ് കിട്ടാത്ത പോലെയാണ് ഒരു ടേൺ ചെയ്യുക. എന്നിട്ടാണ് രണ്ടാമത്തെ ഇടുന്നത്. ഒന്ന് അടുത്ത പ്രാവശ്യം ആ ഒരു ബാഗ് ഇടുന്ന പാറ്റേൺ ഒന്ന് നോക്കി നോക്കുക. ഇതുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് അവർക്ക് ആ ബാഗ് താങ്ങുന്നില്ല. ഹൗ ക്യാൻ വി റെക്ടിഫൈ ദിസ്? ഇതിന്റെ സീരിയസ്നെസ് നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടുണ്ടായിരുന്ന ആൾക്കാര് ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന്റെ ഭാഗമായിട്ട് ഇപ്പോഴും 10-25 വയസ്സായിട്ടും അവർക്ക് ആ ബാക്ക് പെയിൻ അല്ലെങ്കിൽ ഷോൾഡർ പെയിൻ മാറാണ്ട് കൊണ്ട് നടക്കുന്ന ആൾക്കാരുടെ എക്സ്പീരിയൻസ് ഞാൻ ഗോ ത്രൂ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് അതിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സീരിയസ്നെസ് എനിക്ക് പറയാൻ പറ്റുന്നത്. ഞാനിത് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ ഉണ്ടായിരുന്നു, അത്രയധികം ബുക്സുകളൊന്നും കൊണ്ടുപോകേണ്ട, ടൈം ടേബിൾ വെച്ചിട്ട് പോയാൽ മതിയില്ലേ. അതേപോലെ തന്നെ ബുക്സുകൾ പലതരം സ്കൂളുകളിൽ വെക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, അത് ചെയ്താൽ പോരെ. പിള്ളേരാണ് അവരെ എല്ലാ ബുക്കും വീട്ടിലോട്ടും കൊണ്ടുപോകുകയും ചെയ്യും. മറക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഹോംവർക്ക് ചെയ്യണം അല്ലെങ്കിൽ വിട്ടുപോകണം വെച്ചിട്ട് അതേപോലെ തന്നെ ഒരുവിധം എല്ലാ ബുക്കുകളും സ്കൂളിലോട്ട് കൊണ്ടുപോകുകയും ചെയ്യും. ഇതാണ് നടക്കുന്നത്. സ്കൂളുകളിലെ പ്രോബ്ലംസ് ആയിരിക്കില്ല, പക്ഷെ ഈസ് ദർ എനിത്തിങ് നിങ്ങളുടെ ഐഡിയയിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. കാരണം നമുക്കായാലും ഒരു സ്കൂൾ ക്യാമ്പ്സ് നടത്തിയാൽ കൊള്ളാമെന്നുണ്ട്. എന്തെങ്കിലും ആരെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇത് കേൾക്കുവാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കോൺടാക്ട് ചെയ്യാതെ ഒരു ബയോ മെക്കാനിക്കൽ ഇവാലുവേഷൻ ക്യാമ്പ് നമുക്ക് നടത്തണമെന്നുണ്ട്. അത് പല സ്കൂളുകളും നമ്മൾ നടത്തിയിട്ട് വരുന്നുണ്ട്. ഇപ്പം അത് തന്നെ ഇഫ് യു പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് ജസ്റ്റ് ലെറ്റ് us know. അത് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലായാലും അത് സ്കൂളുകൾ തന്നെയല്ല, ബയോ മെക്കാനിക്കൽ ഇവാലുവേഷൻ, അതായത് നിങ്ങളുടെ ബോഡിയുടെ ബയോ മെക്കാനിക്സ് എങ്ങനെയുണ്ടെന്നുള്ളത് ഒന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു രീതി. അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ദാറ്റ് അത് ആക്യുറേറ്റ് ആണോ അല്ലയോ, എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് ട്രബിൾ ഉള്ളത്. ചിലവർക്ക് ശമ്പളം അടങ്ങിയിരിക്കാൻ പറ്റില്ല, ചിലവർക്ക് മുട്ട് കംപ്ലീറ്റ്ലി ഫ്രണ്ടിലോട്ട് ബെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല, ചിലവർക്ക് സ്ക്വാട്ട് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ എന്തുകൊണ്ടാണെന്നുള്ളത് ഒന്ന് പറഞ്ഞുതരാം.